വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പുമുളകിലേക്ക് സിദ്ധു തിരിച്ചു വരാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഉപ്പുമുളകും ആരാധകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണിത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ മെയിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നത്. ഇതിനൊക്കെ ഡൗട്ട് ഉണ്ടാക്കാൻ കാരണം നീലു ഒരു പോസ്റ്റ് ഇട്ടതാണ്. ലച്ചുവും സിദ്ധുവും നീലുവുമായിട്ടുള്ള ഒരു ഫോട്ടോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ ആദ്യം വിട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഉപ്പുമുളകിലേക്കാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഫോട്ടോ തന്നെ ഉപ്പുമുളകും ആരാധകർക്ക് എത്രത്തോളം ആവേശം നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാരക്ടറുടെ റീ എൻട്രി വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ടീമും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. ആരാധകർ എത്രത്തോളം കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ എത്രയും പെട്ടെന്ന് ആ ഒരു കഥാപാത്രത്തെ ഉപ്പുമുളകിലോട്ട് റീ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏതായാലും അവർ അന്ന് ഷൂട്ട് ചെയ്തത് അതൊരു അഡ്വർടൈസ്മെൻറ്റാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുമുളകിൽ അവസാനമായിട്ട് ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും കോംബോ കണ്ടത് സീസൺ 1 ആ ഒരു ലാസ്റ്റ് എപ്പിസോഡിലാണ്. ആ ഒരൊറ്റ എപ്പിസോഡിൽ മാത്രമാണ്, അതിൽ കുറച്ച് സീനുകൾ മാത്രമാണ് ഇവർ രണ്ടുപേരും കല്യാണത്തിന് ശേഷം പാറമട വീട്ടിൽ വന്ന ആ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു കോംബോ ഉള്ളൊരു എപ്പിസോഡ് ഉണ്ടായത്. അതിനുശേഷം ലച്ചുവും സിദ്ധു ആരും തന്നെ സീസൺ 1 ഉണ്ടായിരുന്നില്ല. സീസൺ 2 ആരംഭിച്ചിട്ട് സിദ്ധു എന്നൊരു കഥാപാത്രം ഗൾഫിൽ എന്ന രീതിക്ക് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ലച്ചു പാറമട വീട്ടിൽ നിൽക്കുന്നത് പോലെ. അപ്പോൾ അവരുടെ കോംബോ ഇതുവരെ ഫോണിലല്ലാതെ നേരിട്ട് എപ്പിസോഡിലൊന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതിനുശേഷം കാണാൻ പോകുന്ന ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിനാണ്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴാണ് റിലീസ് ആവുക എന്ന് വെച്ചാൽ അതൊരു ഓണം സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓക്സിജൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് സാമഗ്രികൾ വിൽക്കുന്ന ഏതെങ്കിലും ഷോപ്പിൻ്റെയോ അഡ്വർടൈസ്മെൻ്റ് ആവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഓണത്തിന് മുമ്പായിട്ട് ഒരു 2-3 ആഴ്ച മുമ്പായിട്ട് അത് റിലീസാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിലീസായതാണ്. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇവരുടെ കോംബോ ഒന്നുകൂടെ കാണാൻ സാധിക്കും. നമുക്കറിയാം ഉപ്പുമുളകും ഫാമിലിയുടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് കിട്ടുന്നൊരു റീച്ചും വേറെ തന്നെയാണ്. കഴിഞ്ഞ പോലെ ഓണത്തിനാണ് മുടിയനും പാറമട വീട്ടിലേക്ക് വന്നിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കജുവർഗി സൈറ്റൊക്കെ ഉണ്ടായത്. അതൊക്കെ വേറെ ലെവലിൽ റീച്ച് ആയതൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ മുടിയൻ ഉപ്പുമുളകിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഒരു സമയമായിരുന്നു. ഇനിയിപ്പോൾ മുടിയനായിട്ടുള്ളതും ഉപ്പുമുളക് ഫുൾ ഫാമിലി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നിൻ്റെ ഷൂട്ടിംഗ് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആ ഒരു ഷൂട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിദ്ധുവും ലച്ചുവൊക്കെ ഉള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. സിദ്ധുവും ലച്ചുവും നീലുവും ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവരുടെ ഉപ്പുമുളകും ക്യാരക്ടേഴ്സായിട്ടൊന്നും വരാനില്ല. അതായത് ലച്ചുവായിട്ടും സിദ്ധുവായിട്ടും നീലുവായിട്ട് വരാൻ സാധ്യതയില്ല. അച്ഛനമ്മ എന്ന രീതിക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് ഉപ്പുമുളകിൻ്റെ തന്നെ പണ്ടത്തെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നത് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സും ഫിലിം മേക്കറുമായ ജിതിൻ ജോൺ തന്നെയാണ്. അപ്പോൾ ഈ ജിതിൻ ജോണിന് മൂപ്പർക്ക് ഇതിൻ്റെ കറക്റ്റ് വേവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഉപ്പുമുളകും ടച്ച് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും. ഏതായാലും നിങ്ങൾ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഉപ്പുമുളകിൽ സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.